ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളുടെ പാർട്ട് 1 ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന പാഠം. ഇത് ഇമാജിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഈ ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ ലാൻഡ്സിലെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കി 3 ക്വസ്റ്റ്യൻസ് നമ്മൾ നാളത്തെ വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ, വൈകിപ്പിക്കാതെ തന്നെ. ഓക്കെ, അപ്പോൾ വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്കിംഗ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്? എന്താണ് പോയറ്റ് ലുക്കിംഗ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ സോ ന്യൂ പ്ലേസസ്. ലുക്കിംഗ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ പുതിയ സ്ഥലങ്ങൾ കാണുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, പുതിയ സ്ഥലങ്ങൾ അവിടെ കാണുകയാണ് അവൾ അവിടെ ചെയ്യുന്നത്. അത് ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? എങ്ങനെയാണ് അവൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ പുതിയതായി കാണുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ്? ബൈ ക്ലൈംബിങ് ദ ചെറി ട്രീ. നമ്മളുടെ പോയമിൽ കൊടുത്തിട്ടുണ്ട്, അവൾ ചെറി ട്രീയിൽ വലിഞ്ഞു കയറിയിട്ടാണ്, അവിടെ നിന്നാണ്, ആ ചെറി ട്രീയുടെ മുകളിൽ നിന്നാണ് കാണുന്നത് ഒരിക്കലും അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ. ഓക്കെ, ഇനി മൂന്നാമത്തത്, വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? എന്താണ് ആ കുട്ടി ആ ട്രീയുടെ മുകളിൽ നിന്ന് കണ്ടത്? ഗാർഡൻ ലൈ. അപ്പുറത്തെ വീട്ടിലെ, തൊട്ടടുത്തുള്ള വീട്ടിലെ ഗാർഡൻ ലൈ. പ്ലസൻറ്റ് പ്ലേസസ്, അതായത് വളരെ ശാന്തമായ സ്ഥലങ്ങൾ. ഫ്ലവേഴ്സ്, പൂക്കൾ. ഡിംപ്ലിംഗ് റിവർ, എന്താണ്, ഒഴുകുന്ന, അതായത് ഇളകി കളിക്കുന്ന റിവർ. ഡസ്റ്റി റോഡ്, വളരെ തിരക്കുള്ള റോഡുകൾ. ഇതൊക്കെയാണ് അവൾ കാണുന്നത്. ഓക്കെ, പിന്നെ ഫെയറി ലാൻഡൊക്കെ കാണുന്നുണ്ട്. ഇനി വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്? എന്തുകൊണ്ടാണ് കവി പറയുന്നത് റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്ന്? എന്തുകൊണ്ടാണ് കവിതയിൽ പറയുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ വാട്ടർ ഇൻ ദ റിവർ ഈസ് വെരി ക്ലിയർ. ആ ഒരു റിവറിലെ, ആ ഒരു പുഴയിലെ വെള്ളം വളരെ ക്ലിയർ ആയിരുന്നു. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? എന്താണ് ഗ്രോൺ അപ്പ് റിവർ എന്നതുകൊണ്ട് പോയറ്റ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്താണ്? ഇറ്റ് ബിക്കോസ് ഓഫ് ദ റിവർ ഈസ് ലാർജ്, സോ ദ പോയറ്റ് സേ ദാറ്റ് ഗ്രോൺ അപ്പ് റിവർ. കാരണം ആ ഒരു റിവർ വളരെ വലുതായിരുന്നു, അതുകൊണ്ടാണ് പോയറ്റ് ഗ്രോൺ അപ്പ് റിവർ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട്, ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാക്കി 3 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 4 മിനിറ്റ് തികച്ചില്ല, 3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 3 മിനിറ്റ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണുക. അപ്പം എന്താ പറയുക, എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോയിൽ ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാം. ആ ഗ്രാമർ മിസ്റ്റേക്കുകളെല്ലാം തിരുത്തി നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ ചാനലുമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിനെ പറ്റിയിട്ട് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ കമൻറ്റിൽ ഉൾപ്പെടുത്തിക്കൊള്ളുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവർക്കും, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.